സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ബയാസ്ഡ് ക്ലിപ്പറിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞായിരുന്നു, സർക്യൂട്ടിലെ ഓരോ ഡയോഡുകൾ തിരിച്ചു വയ്ക്കുക, സെല്ലുകൾ തിരിച്ചു വയ്ക്കുക, അതിനുശേഷം എങ്ങനെയാണ് വേവ് ഫോം കിട്ടുന്നത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളത് ചെയ്യുന്നുണ്ടോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതെങ്കിലും സർക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വേവ് ഫോം കിട്ടാതെ വരികയോ അതിൻ്റെ ട്രാൻസ്ഫർ കർവ് കിട്ടാതെ വരികയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് പറയണം കേട്ടോ, ഏതെങ്കിലും സർക്യൂട്ടിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. കാരണം അങ്ങനെയോടെ ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടുള്ളൂ. ഓക്കെ, സോ ദർ ഈസ് വൺ മോർ ടൈപ്പ് clipper, that is combination clipper. ചെയ്തിട്ടില്ല, സോറി. Okay, combination parallel. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു വേവ് ഫോമിൻ്റെ അല്ലെങ്കിൽ ഒരു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് സൈക്കിളോ നെഗറ്റീവ് സൈക്കിളോ ക്ലിപ്പ് ഓഫ് ചെയ്യുന്ന സർക്യൂട്ടുകളുണ്ട്. ബയാസ്ഡ് ക്ലിപ്പർ സർക്യൂട്ടുകൾ നോക്കി, അതായത് ഒരു പോർഷൻ മാത്രം മതിയെങ്കിൽ അതുപോലെ ക്ലിപ്പറുണ്ട്. ഇനി ഡബിൾ സൈഡ് ക്ലിപ്പ് ചെയ്യണമെങ്കിൽ അതിനാണ് നമ്മൾ കോമ്പിനേഷൻ പാരലൽ ക്ലിപ്പർ ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് വെരി സിമിലർ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു ഓപ്പൺ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം കണ്ടുപിടിക്കാനായിട്ട്. ഐ തിങ്ക് ഐഡിയ ക്ലിയർ ആയി നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 5 വോൾട്ട്, 3 വോൾട്ട്, 10 സൈൻ ഒമേഗ ടി, ഇൻപുട്ട് 10 വോൾട്ടേജ് ആണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വേവ് ഫോം വരിക എന്നുള്ളത്. സോ കൺസിഡർ ഐ ഹാവ് ഓ സൈക്കിൾ. This is plus 10 voltage, this is minus 10 voltage. So the out waveform. Okay. Initially diode reverse bias ആണ്, ഈ ഡയോഡ് റിവേഴ്സ് ബയാസ് ആണ്. ഇത് 3 വോൾട്ടേജ് റിവേഴ്സ് ബയാസ് ആണ്, ഇത് 5 വോൾട്ടേജ് റിവേഴ്സ് ബയാസ് ആണ്. അപ്പോൾ ഇനി പോസിറ്റീവ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുക? പോസിറ്റീവ് സൈക്കിളിൽ ഈ സെല്ലില്ലായിരുന്നെങ്കിൽ ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആയേനെ. ഓക്കെ, പ്ലസ് മൈനസ് അങ്ങനെയാണ് വരിക പോസിറ്റീവ് സൈക്കിൾ. അപ്പം ബട്ട് ഈ ഡയോഡ് 3 വോൾട്ടേജ് റിവേഴ്സ് ബയാസ് ആണ്. സോ അപ് ടു 3 വോൾട്ടേജ് എനിക്ക് ഔട്ട്പുട്ട് കിട്ടും, കാരണം ഇത് രണ്ട് സ്വിച്ച് ഓപ്പൺ ആണ്. സോ വാട്ട് എവർ ദ ഇൻപുട്ട് ദാറ്റ് വിൽ ഗെറ്റ് ഇൻ ദ ഔട്ട്പുട്ട്. ആഫ്റ്റർ ദാറ്റ് വാട്ട് വിൽ ഹാപ്പൻ, ദിസ് ഡയോഡ് ഇസ് ഇൻ ഫോർവേഡ് ബയാസ്. സോ 3 വോൾട്ടേജിൽ വെച്ചിട്ട് എനിക്ക് കട്ടായി പോകും, പ്ലസ് 3 വോൾട്ടേജ്. ഓക്കെ, സോ ലൈക്ക് ദാറ്റ്. ആൻഡ് ഇൻ നെഗറ്റീവ് സൈക്കിൾ, what will happen? This diode is always reverse bias, and this diode will be forward bias after plus 5 voltage. Plus 5 voltage വരെ പ്ലസ് അല്ല നെഗറ്റീവ് 5 വോൾട്ടേജ് വരെ ഈ ഡയോഡും റിവേഴ്സ് ബയാസ് ആയിരിക്കും ഡ്യൂ ടു ദിസ് സെല്ല്. ആഫ്റ്റർ ദാറ്റ് you will get the signal. Okay, so the transfer curve വളരെ ഈസിയാണ്. ഇതിൻ്റെ ട്രാൻസ്ഫർ കർവ് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇതായിരിക്കും കിട്ടുക. പ്ലസ് 3 വോൾട്ടേജ്, minus 5 voltage, minus 5 voltage, plus 3 voltage. Okay. This will be the transfer curve. Okay, ഇങ്ങനെ നമുക്ക് ഏത് വേവ് ഫോം വരയ്ക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ട്രാൻസ്ഫർ കർവ് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഈ സിമിലർ സർക്യൂട്ട് മൈറ്റ് ബി ചിലപ്പം സെനർ ഡയോഡ് വെച്ചിട്ട് ചോദിച്ചിരുന്നു വരാം. സോ സെനർ ഡയോഡ് യു ക്യാൻ യൂസ് ക്ലിപ്പർ സർക്യൂട്ട് യൂസിങ് സെനർ ഡയോഡ് ടു. ക്ലിപ്പർ യൂസിങ് സെനർ ഡയോഡ്. കാരണം എന്താ, സെനർ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ റിവേഴ്സ് ബയാസിൽ അതിൽ കൂടുതലൊരു വോൾട്ടേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് തന്നെയാണ് തരുള്ളൂ. ഓക്കെ, ലൈക്ക് നമ്മളൊരു
ഡയോഡ് വിത്ത് സെല്ല് എങ്ങനെ ഒരു ബാറ്ററി എങ്ങനെ വെക്കുന്നോ അതുപോലെ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സെൻട്രൽ ഡയോഡ് ഉണ്ട്, അതുപോലെ തന്നെ അത് തിരിച്ച് വേറൊരു സെൻട്രൽ ഡയോഡ് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. സോ സെയിം വോൾട്ടേജ് ഈസ് ഗിവൺ. കൺസിഡർ ഇതിൻ്റെ സെൻട്രൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് 6 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക, ഇതിൻ്റെ 2 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. സെൻട്രൽ ബ്രേക്ക് ഡൗൺ 2 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. സോ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഫ്രം ദിസ്. ദിസ് ഈസ് മൈ ഔട്ട്. ഞാനിത് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലായി എന്ന് വിചാരിച്ചാണ് വളരെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് മൈ ഇൻപുട്ട് വേവ് ഫോം. +10 -10. This is my Vout. Okay, fine. Okay. അപ്പോൾ ഈ പോസിറ്റീവ് സൈക്കിളിൽ വി സെഡ് എന്ന് പറയുന്ന ഫോർവേഡ് ബയാസ് ആണ്. സോ ഈ വി സെഡിനെ ഈ ഫസ്റ്റ് ഡയോഡിനെ D1 D1 ഡയോഡിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, കാരണം നമ്മൾ ഐഡിയൽ ഡയോഡായിട്ട് എടുത്താൽ മതി. അതിനകത്ത് 0.7 വോൾട്ടേജ് കട്ട് ഇൻ വോൾട്ടേജ് ഒന്നും നിങ്ങൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പം എല്ലാ കേസിലും തന്നെ നമ്മൾ ഡയോഡ് ഒരു ഐഡിയൽ ഡയോഡായിട്ടാണ് എടുത്തത്. ഫോർവേഡ് ബയാസ് ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് എന്ന കൺസെപ്റ്റിൽ തന്നെയാണ് എടുത്തത്. ഓക്കെ, ഫൈൻ. അപ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോൾ ഇൻ പോസിറ്റീവ് സൈക്കിൾ ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആണ്, ഇത് ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ദിസ് ഡയോഡ് ഈസ് ഇൻ റിവേഴ്സ് ബയാസ്. അപ്പോൾ ഇത് ഓപ്പൺ ആണ്. എത്ര വോൾട്ടേജ് വരെ? 2 വോൾട്ടേജ് വരെ. 2 വോൾട്ടേജ് കഴിഞ്ഞ് കഴിഞ്ഞാലോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെൻട്രൽ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞു. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് 2 വോൾട്ടേജ് മാത്രമേ കിട്ടുള്ളൂ. സോ ഇൻ പോസിറ്റീവ് സൈക്കിൾ you will get up to 2 voltage plus 2 voltage. After that you will get a regulated voltage plus 2 voltage regulated ആയിട്ട്. കാരണം എന്താ? സെൻട്രൽ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞാൽ റെഗുലേറ്റഡ് വോൾട്ടേജ് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഓക്കെ, സോ ഇൻ നെഗറ്റീവ് സൈക്കിൾ വാട്ട് വിൽ ഹാപ്പൻ? ദിസ് ഇസ് ഔട്ട്പുട്ട് പോസിറ്റീവ് സൈക്കിൾ. ഇൻ നെഗറ്റീവ് സൈക്കിൾ ദിസ് diode is in forward bias because you will get positive negative here. So this diode is in forward bias, this diode is in reverse bias. Up to 6 voltage this diode is in reverse bias. So like this, up to -6 voltage this diode is in reverse bias, and after that you will get a constant voltage like this. So this double side clipper can be also generated using this Zener diode. Okay, Zener diode വെച്ചിട്ട് നമുക്ക് ആ സർക്യൂട്ട് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഫൈൻ. സെൻട്രൽ ഡയോഡിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതൊരു പ്രീവിയസ് ഇയർ നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. സോ ഫൈൻഡ് ദ ട്രാൻസ്ഫർ കർവ് of the given circuit. Okay, ട്രാൻസ്ഫർ കർവ് കണ്ടുപിടിക്കാനാണ്. ടു വോൾട്ടേജ്. നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഐഡിയ, ഈ ഡയോഡിൻ്റെ വർക്കിങ്ങും അതുപോലെ തന്നെ എന്താണ് ക്ലിപ്പർ സർക്യൂട്ട് എന്നും ഉള്ളതിൻ്റെ കംപ്ലീറ്റ് ഐഡിയ മനസ്സിലായാലാണ് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. സോ ദിസ് ഇസ് എ 2 വോൾട്ടേജ് റിവേഴ്സ് ബയാസ് സെനർ ഡയോഡ്. റിവേഴ്സ് ബയാസ് അല്ല, 2 വോൾട്ടേജ് സെനർ ബ്രേക്ക് ഡൗൺ ഉള്ള ഒരു സെനർ ഡയോഡാണിത്. ഞാൻ ഇൻപുട്ടിൽ കൊടുക്കുന്നത് 6 sin ωt ആണ്. ദാറ്റ് മീൻസ് +6 മാക്സിമം വോൾട്ടേജ്, -6 എന്ന് പറയുന്ന നെഗറ്റീവിൻ്റെ മാക്സിമം വോൾട്ടേജ്. We have 2 diode. D1 is a Zener diode and D2 is a normal diode. Okay, and this is not an ideal diode. In forward bias
D2 having a cut in voltage. ഒരു കട്ട് ഇൻ വോൾട്ടേജ് അവിടെ ഉണ്ട്. അപ്പോൾ ഐഡിയലായിട്ട് കണക്കാക്കാൻ പറ്റില്ല ഓഫ് 0.7 വോൾട്ടേജ്. ഓക്കെ, അപ്പം D2ന് ഒരു കട്ട് ഇൻ വോൾട്ടേജ് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് ഫോർവേഡ് ബയാസിൽ. ദെൻ വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? ഓർ ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വേവ് ഫോം കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഡ്രോ ദി ട്രാൻസ്ഫർ. Okay, this is +6 -6. എങ്ങനെയായിരിക്കും ഇത്? നിങ്ങൾ തന്നെ ഒന്ന് വരച്ചു നോക്കി. എങ്ങനെ വരയ്ക്കാൻ പറ്റും? What happened to the positive cycle and negative cycle? In positive cycle, the diode D1 is in reverse bias and diode D2 is in forward bias. Even the diode is in forward bias, there is a cut-in voltage of 0.7 voltage. Okay, clear. And in negative cycle, the diode D2 is in reverse bias and D1 is in forward bias. So what will happen? So in negative cycle, ഞാൻ ആദ്യം നെഗറ്റീവ് സൈക്കിളിൻ്റെ കേസ് പറയാം. നെഗറ്റീവ് സൈക്കിളിൽ എന്തായിരിക്കും ഇത് സംഭവിക്കുക? എന്തായിരിക്കും സംഭവിക്കുക? D2 will be reverse bias. നെഗറ്റീവ് സൈക്കിൾ, ആദ്യം ഞാൻ നെഗറ്റീവ് സൈക്കിളിൻ്റെ കേസ് പറയാണ്. Here it is positive and here it is negative. So the D2 is in reverse bias. Initially so D2 is in reverse bias means it is in open circuit. Whenever it is in open circuit, there will be no current flowing through the circuit because series circuit എപ്പോൾ ഓപ്പൺ ആവുന്നു അപ്പം ഔട്ട്പുട്ട് ഉണ്ടാവില്ല. ക്ലിയർ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സോ ഇൻ നെഗറ്റീവ് സൈക്കിൾ there will be no signal. That is understood from this problem. ക്ലിയർ ആയോ? നെഗറ്റീവ് സൈക്കിളിൽ ഇതിന് ഒരിക്കലും ഒരു സിഗ്നൽ ഉണ്ടാവില്ല. ഓക്കെ, so this is the case of negative cycle, no signal. Okay, what happened to the positive cycle? Positive cycle, this will be positive, this will be negative. So the diode is in a reverse forward bias, this diode, but this diode is in a reverse bias. But ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആവണമെങ്കിൽ 0.7 വോൾട്ടേജ് എങ്കിലും വേണം ഇൻപുട്ടിൽ. അപ്പോൾ ആഫ്റ്റർ ദി 0.7 വോൾട്ടേജ് then only we will get the output. Clear? That idea is clear. So in this problem, consider this is 0.7 volt, 0.7 volt. Okay, ഇത് കുറച്ചുകൂടി വലുതായിട്ട് വരയ്ക്കേണ്ടതായിരുന്നു, കാരണം ഈ വേവ് ഫോം 0.7 volt. അപ്പോൾ 0.7 വോൾട്ടേജ് വരെ ഈ ഡയോഡ് റിവേഴ്സ് ബയാസിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ആക്ട് ചെയ്യുക. ഓപ്പൺ സ്വിച്ച് തന്നെയായിരിക്കും. ആഫ്റ്റർ ദി ഫോർവേഡ് ബയാസ് ദ ഡയോഡ് വിൽ കണ്ടക്ട് എന്ന് പറയാം. അപ്പോൾ 0.7 വോൾട്ടേജ് വരെ എനിക്ക് ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാവില്ല, കാരണം ഇതിൻ്റെ സീരീസ് സർക്യൂട്ടിലുള്ള ഡയോഡാണ്, അതിലൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യില്ല. സോ എനിക്ക് 0.7 വോൾട്ടേജ് വരെ കയറണമെന്ന് ചെയ്യും. ഇനി എൻ്റെ വോൾട്ടേജ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് 1 വോൾട്ടേജ് ആയി. 1 വോൾട്ടേജ് ആകുമ്പോൾ എത്രയായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0.3 വോൾട്ടേജ് ഉണ്ടാവുള്ളൂ. കാരണം 1 വോൾട്ടേജ് ഇൻപുട്ടിൽ 0.8 വോൾട്ടേജ് ഇൻപുട്ടിൽ എനിക്ക് എത്ര വോൾട്ടേജ് ഉണ്ടാവും? 0.1 വോൾട്ടേജ് ഉണ്ടാവുള്ളൂ. കാരണം 0.7 വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ആയി പോയി. ക്ലിയർ?
സീരീസ് സർക്യൂട്ടുകൾ ഡ്രോപ്പ് ആയി പോയി. എന്നാൽ മാത്രമേ ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആയി ഇതിലൂടെ കറണ്ട് പോകാനായിട്ട് എന്തെങ്കിലും സാധിക്കുകയുള്ളൂ. ഈ ഡയോഡ് ഓപ്പൺ സർക്യൂട്ടാണ്, പക്ഷെ 2 വോൾട്ടേജ് ഓപ്പൺ സർക്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് 2 വോൾട്ടേജ് ആകുമ്പോഴോ ഇൻപുട്ട് വോൾട്ടേജ് 2 വോൾട്ടേജ് ആകുമ്പോൾ ഇതിന് ക്രോസ് ആയിട്ട്, കാരണം അപ്പോഴും ഈ ഡയോഡ് ഓപ്പൺ സർക്യൂട്ടാണ്. ഈ ഡയോഡ് ബ്രേക്ക് ഡൗൺ റീജിയനിലേക്ക് എത്തിയില്ല, റിവേഴ്സ് ബയാസിൻ്റെ ബ്രേക്ക് ഡൗൺ റീജിയനിൽ എത്തിയില്ല. അപ്പോൾ 2 വോൾട്ടേജിലും ഇൻപുട്ട് വോൾട്ടേജ് 2 വോൾട്ടേജിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 1.3 വോൾട്ടേജ് ആയിരിക്കും. സോ ഇറ്റ്സ് ഗോസ് ലൈക്ക് ദാറ്റ്. എവിടം വരെ പോവും അങ്ങനെ? ഓക്കെ, എൻ്റെ വോൾട്ടേജ് 2.7 വോൾട്ടേജ് ആയിരുന്നു വിചാരിക്കുക. കൺസിഡർ ദിസ് ഈസ് മൈ 2.7 വോൾട്ടേജ്. ഓക്കെ, 2.7 വോൾട്ടേജ് ആയിരുന്നു വിചാരിക്കുക. അപ്പോൾ എൻ്റെ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായി? 2 വോൾട്ടേജ് ആയുള്ളൂ. കാരണം എന്താ? കാരണം എനിക്ക് 0.7 വോൾട്ടേജ് സീരീസിലൊരു ഡ്രോപ്പ് ഉണ്ട്. ദിസ് വോൾട്ടേജ് പ്ലസ് ദിസ് വോൾട്ടേജ് ആണ് ദിസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. So at that time I have 2 voltage. Whenever the input is 2.7, my output is 2 volt. Okay. After that, what will happen? After that 2.8 voltage ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 2.8 voltage ആയി കഴിഞ്ഞാൽ ഇവിടെ 2.1 വോൾട്ടേജ് കിട്ടും. ഇവിടെ 0.7 വോൾട്ടേജ് ഡ്രോപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ 2.1 വോൾട്ടേജ് കിട്ടും. പക്ഷേ 2.1 വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കിട്ടില്ല. കാരണം എന്താ? ഈ ബ്രേക്ക് ഡൗൺ ആയി 2 വോൾട്ടേജിൽ റെഗുലേറ്റ് ചെയ്യും. സോ യു വിൽ ഗെറ്റ് എ റെഗുലേറ്റഡ് വോൾട്ടേജ് 2 വോൾട്ടേജ് ലൈക്ക് ദിസ്, like this. Clear? So the output negative cycle take ചെയ്യണ്ട, കാരണം this diode will be in the reverse bias ലായിരിക്കും. ഈ ഐഡിയ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഈ ഐഡിയ ക്ലിയർ ഇതൊരു പ്രീവിയസ് ഇയർ നെറ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ സീരീസിൽ എങ്ങനെയാണ് ഡയോഡ് വർക്ക് ചെയ്യുന്നത്, എപ്പോഴാണ് ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുക, എത്ര വോൾട്ടേജ് കൊടുത്താലാണ് ആഫ്റ്റർ ദ കട്ട് ഇൻ വോൾട്ടേജ്, റിവേഴ്സ് ബയാസിലെ സീരീസിലും പാരലലും എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായാലാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. സോ വാട്ട് വിൽ ബി ദ ട്രാൻസ്ഫർ കർവ്? So the transfer curve will be just like that. Plus V minus V input volt plus V out minus V out. So in negative cycle there will be no output. So it will be like that. In positive cycle, this is input voltage 0.7 voltage. That time also the output is 0. After that it will be linearly varies up to what voltage? Up to plus 2 voltage. At that time what will be the input voltage? 2.7 voltage. Okay. So this will be sorry so absolutely wrong. This is okay, correct. Sorry. Plus 2.7 volt. After that what will happen? In 2.7 വോൾട്ടേജിന് മേലെ ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it will be 2 volt. സോ ഇവിടെ 2.7 വോൾട്ടേജ് ആകുമ്പോൾ ഇവിടെ 2 വോൾട്ടേജ് ആവുള്ളൂ. 0.7 വോൾട്ടേജ് വരെ 0 വോൾട്ടേജ് ആയിരിക്കും. സോ ദ ട്രാൻസ്ഫർ കർവ് വിൽ ബി ലൈക്ക് ദിസ്. ക്ലിയർ ആയ ഐഡിയ നിങ്ങൾക്ക്? ഈ ഐഡിയ ക്ലിയർ ആണോ? ഈ വേവ് ഫോം വരച്ച് നിങ്ങൾക്ക് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. കാരണം നമുക്ക് എല്ലാ ഐഡിയകളും ഒരു ക്ലിപ്പർ സർക്യൂട്ടിൻ്റെ എല്ലാ ഐഡിയകളും ഉണ്ടെങ്കിൽ മാത്രമാണ്
അത് ആ പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, then we can go for next type diode circuit, that is clamper circuit. It's very similar to clipper circuit, but in clipper circuit it will be remove or clip off a portion of input waveform, but here in clamper circuit it will be only adding a DC voltage. That means it will be only clamp a voltage. ക്ലാമ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡൗൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇൻപുട്ട് വേവ് ഫോമിൻ്റെ അപ്പിയറൻസിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പിയറൻസിന് ചേഞ്ച് വരുന്നില്ല എന്ന് വെച്ചാൽ ക്ലിപ്പർ സർക്യൂട്ടിൽ ഒരു ഇൻപുട്ടിൻ്റെ ഒരു വേവ് ഫോം കംപ്ലീറ്റ്ലി ക്ലിപ്പ് ഓഫ് ചെയ്ത് കളയുക അല്ലെങ്കിൽ പാർഷ്യലി ക്ലിപ്പ് ഓഫ് ചെയ്ത് കളയുക, അതുപോലത്തെയാണ് ക്ലിപ്പർ സർക്യൂട്ട് ചെയ്യുക. അപ്പോൾ ആ വേവ് ഫോമിൻ്റെ ഷേപ്പിന്, ഇൻപുട്ട് വേവ് ഫോമിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരുന്നു. ബട്ട് ഇൻ ക്ലാമ്പർ സർക്യൂട്ട് it will be shift a DC level without changing the appearance. Okay, so in clamper network, just ഞാൻ പറയാം, clamper network will shift the DC level. ഇൻപുട്ട് സിഗ്നലിൻ്റെ DC ലെവല് ആഡ് ചെയ്യും അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യും വിത്തൗട്ട് ചേഞ്ചിങ് ദ അപ്പിയറൻസ് ഓഫ് ഇൻപുട്ട്. ചേഞ്ചിങ് ദി അപ്പിയറൻസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സാധാരണ ഒരു ക്ലാമ്പർ നെറ്റ്വർക്കിലുള്ളത്, ഒരു ക്ലാമ്പർ നെറ്റ്വർക്കിൽ ക്ലാമ്പർ സർക്യൂട്ടിലുള്ള ഒരു ഡയോഡ് പ്ലസ് കപ്പാസിറ്റർ പ്ലസ് റെസിസ്റ്റർ നെറ്റ്വർക്കാണ് നമുക്ക് സാധാരണ. അപ്പോൾ കപ്പാസിറ്റർ വിൽ ബി ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഡയോഡ്, ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു ക്ലാമ്പർ നെറ്റ്വർക്ക് ചെയ്യാം. കൺസിഡർ ചെയ്ത് നെഗറ്റീവ് ക്ലാമ്പർ സർക്യൂട്ട്. നെഗറ്റീവ് ക്ലാമ്പർ, നമ്മളൊരു നെഗറ്റീവ് ക്ലിപ്പർ പറഞ്ഞ പോലെ നെഗറ്റീവ് ക്ലാമ്പർ. sorry. Okay, this is simply an example of negative clamper. And so I am giving a square wave with a peak to peak voltage of 20 voltage. ഇങ്ങനൊരു വേവ് ഫോമാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. +10 വോൾട്ടേജ് -10 വോൾട്ടേജ്, ഒരു സ്ക്വയർ വേവ് ആണ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. So my input waveform is a square wave like this. So this is 0 to pi, pi to 2 pi. Okay, so this is +10 voltage, this is -10 voltage, this is my V. Okay. In positive cycle, what will happen? In positive cycle, if the capacitor is not there, the diode is in forward bias, isn't it? So ഡയോഡ് ഫോർവേഡ് ബയാസ് ആകുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും ഇല്ല. അപ്പോൾ ഈ പോസിറ്റീവ് സൈക്കിളിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡ്യൂറിങ് ദ പോസിറ്റീവ് സൈക്കിൾ ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, സോ ദ കപ്പാസിറ്റർ വിൽ ബി ചാർജ് അപ് ടു വാട്ട് വാല്യൂ? +10 voltage. So in positive cycle, and at that time what will be the voltage of the diode voltage, ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്തായിരിക്കും? 0 വോൾട്ടേജ് ആയിരിക്കും. കാരണം എന്താ? കാരണം ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആണ്. അപ്പോൾ ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ചിന് ക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്താൽ 0 വോൾട്ടേജ് ആയിരിക്കും. സോ അറ്റ് ദാറ്റ് പോസിറ്റീവ് സൈക്കിൾ what will happen? My output voltage Vout will be 0 and the capacitor will be charged. So in positive cycle രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക. Capacitor will be charged up to
plus 10 voltage, and V out will be 0 voltage. Diode D is closed. Diode acts as a closed switch. Closed switch ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. So output 0 ആയിരിക്കും. So at that time 0 to pi there will be no output voltage, and also the capacitor is charged in such a way. So what happened to the negative cycle? In negative cycle the capacitor is charged like this. It can be replaced by a plus 10 voltage, and there is a diode and a resistor. Resistor ഇല്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് കപ്പാസിറ്ററിനെ ക്രോസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റാണ്. ഈ ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തില്ലെങ്കിലും there will be no significant change. So this is my V. At the negative cycle what will happen? Here it is plus, here it is negative, and so you will get the output as, what will be my output? V in minus V in minus V this voltage. That voltage is minus 10 voltage. ബിക്കോസ് ഇങ്ങനെയാണ് ഇത് ആഡ് ചെയ്യുന്ന രീതിയിലാണ് ഇരിക്കുന്നത് ഈ സെല്ല് അല്ലേ. മൈനസ് പോസിറ്റീവിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്യുന്ന രീതിയിലാണ്, സെല്ലിൻ്റെ ആഡ് ചെയ്യുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. സോ യു വിൽ ഗെറ്റ് മൈനസ് വി ഇൻ മൈനസ് 10 വോൾട്ടേജ്. സോ വാട്ട് വിൽ ബി ഹാപ്പൻ? സോ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്, pi to 2 pi, you will get the maximum voltage as minus 20 voltage. സോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വേവ് ഫോമിന് ചേഞ്ച് വന്നു എന്ന് തോന്നും, ബട്ട് ഇതൊരു ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്തോളൂ. കാരണം എന്താ, ഈ സെൻട്രൽ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് 10 വോൾട്ടേജ് ആണ്. മൈനസ് 10 വോൾട്ടേജ് വെച്ചിട്ട് നോക്കി കഴിയുമ്പോൾ അത് ജസ്റ്റ് ക്ലാമ്പ് ചെയ്തോളൂ. 0 വോൾട്ടേജിൽ നിന്ന് ജസ്റ്റ് നെഗറ്റീവ്ലി ക്ലാമ്പ് ചെയ്തിട്ടേ ഉള്ളൂ ഈ എൻ്റർ സിഗ്നൽ. വേവ് ഫോമിന് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. സോ ദ വേവ് ഫോം വിൽ ബി ലൈക്ക് ദിസ്. വേവ് ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരിക. വേവ് ഫോമിൻ്റെ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് ഒരു DC ലെവല് ക്ലാമ്പ് ചെയ്തതേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ. ആൻഡ് ഓൾസോ ദർ വിൽ ബി ബയാസ്ഡ് ക്ലാമ്പർ. നമുക്കിത് ഇപ്പോൾ ഒരു ഫുള്ള് പോർഷൻ ക്ലാമ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഒരു ചെറിയ പോർഷൻ മാത്രം ക്ലാമ്പ് ചെയ്താൽ മതി. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നോക്കാം. നമ്മളൊരു DC സെല്ലോടെ വയ്ക്കും. സിമിലർ സർക്യൂട്ട് തന്നെ എടുക്കാം. കൺസിഡർ ദിസ് ഡയോഡ് ഈസ് റിവേഴ്സ് ബയാസ് അപ് ടു എ സർട്ടൻ വോൾട്ടേജ്. ഓക്കെ, റെഫറൻസ് വോൾട്ടേജ് ഞാൻ കുറച്ച് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൺസിഡർ ഞാൻ വി എന്ന് പറയുന്നത് 10 വോൾട്ടേജ് പി ടു പിക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഈ ബാറ്ററിക്ക് കൊടുക്കുന്നത് 2 വോൾട്ടേജ് ആണെന്ന് വിചാരിക്കുക. കൺസിഡർ ദിസ് ഇസ് 2 വോൾട്ടേജ്. ദിസ് ഈസ് മൈ ലോഡ് റെസിസ്റ്റർ. Consider this is my signal. This is plus 10 voltage and this is minus 10 voltage. And sinusoidal signal സെയിം ആയിട്ടാണ് വരിക. ഞാൻ അത് പറയാം എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഓക്കെ, ഇതാണ് എൻ്റെ ഇൻപുട്ട് സിഗ്നൽ. സോ എന്താണ് സംഭവിക്കുക? 0 to pi, pi to 2 pi. സോ 0 to piയിൽ എന്താണ് സംഭവിക്കുക? ഈ ഡയോഡ് 2 വോൾട്ടേജ് റിവേഴ്സ് ബയാസ് ആണ്. അപ്പോൾ 2 വോൾട്ടേജ് വരെ എന്താ സംഭവിക്കുക? 2 വോൾട്ടേജ് വരെ ഇത് ഓപ്പൺ ആയിട്ടായിരിക്കും ഇരിക്കുക. ഓക്കെ, അപ്പോൾ 2 വോൾട്ടേജ് വരെ ഓപ്പൺ ആയിട്ടായിരിക്കുക. സോ ഇവിടെ നമ്മൾ ഒരു ഇതാണ് കൊടുക്കുന്നത്. സോ 2 വോൾട്ടേജ് വരെ എനിക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. ക്ലിയർ? ബാക്കിയുള്ള 8 വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ആ 8 വോൾട്ടേജ് ആയി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? ഈ ഡയോഡ് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക.
ഓക്കെ, ഇപ്പം ഞാൻ ഒരു സൈനസോയിഡൽ റാമ്പിംഗ് സിഗ്നലാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പം ഇത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ നല്ലത് ഒരു സൈനസോയിഡൽ സിഗ്നൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പം. അല്ലെങ്കിൽ ഇത് വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, സോ ഇത് ലോഡിൽ ഔട്ട്പുട്ട് വോൾട്ടേജിൽ നമുക്ക് കിട്ടാനായിട്ട് കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വോൾട്ടേജ് ആയിരിക്കും. കാരണം എന്താ, ഇത് പോസിറ്റീവ് സൈക്കിളിൽ ഇപ്പോൾ ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയാസ് ആയിരിക്കും. ഫോർവേഡ് ബയാസിൽ എന്താണ് സംഭവിക്കുക, ഇത് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് ഈ 2 വോൾട്ടേജ് സെല്ലിൽ നിന്ന് എങ്ങനെയാണോ ഔട്ട്പുട്ട് എടുക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും കിട്ടുക. സോ പോസിറ്റീവ് സൈക്കിൾ ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഈ കപ്പാസിറ്റർ എത്ര വോൾട്ടേജ് വരെ ചാർജ് ചെയ്തു? കപ്പാസിറ്റർ 8 വോൾട്ടേജ് വരെ ചാർജ് ചെയ്തിട്ടുള്ളൂ. കാരണം എന്താ, 2 വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആക്കാനായിട്ടുള്ള ഇതിൽ നിന്ന് 2 വോൾട്ടേജ് എടുത്തു. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇതിനകത്ത് കപ്പാസിറ്ററിൽ ചാർജ് ചെയ്ത് കിട്ടുക ഈ 8 വോൾട്ടേജ് -8 വോൾട്ടേജ് എന്നാണ്, അത്രയും വോൾട്ടേജ് ആണ് നമുക്ക് കിട്ടുള്ളൂ. സോ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത്, വി ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ 8 വോൾട്ടേജ് സെൽ. സോ ഇനി റിവേഴ്സ് ബയാസിലോ നമുക്ക് മാക്സിമം കിട്ടുന്ന -18 വോൾട്ടേജ് ആയി, -18 വോൾട്ടേജ് ആയി. ഇനി ഈ 2 വോൾട്ടേജിന് പകരം 5 വോൾട്ടേജ് വെച്ചാലോ 5 വോൾട്ടേജ് വരെ കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടുന്നത് -15 വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, ഇനി ഇതിപ്പോൾ സൈനസോയിഡൽ സിഗ്നൽ ആയിരുന്നെങ്കിലോ, ഇഫ് ദ ഇൻപുട്ട് ഈസ് എ സൈനസോയിഡൽ സിഗ്നൽ ഇറ്റ്സ് ഓൾസോ ലൈക്ക് ദാറ്റ്. അപ്പോൾ ഫസ്റ്റ് സൈക്കിളിൽ തന്നെ ഈ കപ്പാസിറ്റർ ഇതുപോലെ തന്നെ ചാർജ് ചെയ്തിരിക്കുകയായിരിക്കും. ഈ ഫോം വരയ്ക്കാം. പോസിറ്റീവ്, നെഗറ്റീവ്. ഓക്കെ, സോ ആദ്യത്തെ സൈക്കിളിൽ തന്നെ നമുക്ക് കപ്പാസിറ്റർ -8 വോൾട്ടേജ് നിന്ന് ചാർജ് ചെയ്തിരിക്കുകയായിരിക്കും. ഇനി നമുക്ക് കിട്ടാൻ പോകുന്നത് -8 പ്ലസ് സൈൻ ഒമേഗ ടി എന്നായിരിക്കും നെഗറ്റീവ് സൈക്കിളിൽ കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനീഷ്യലി അത് ചാർജ് ചെയ്തിരിക്കുന്നുണ്ട് എന്നൊരു കൺസെപ്റ്റിലാണ് നമ്മളത് എടുക്കുന്നത്. സോ ഇനീഷ്യലി ഇതിന് -8 വോൾട്ടേജ് ഉണ്ട്, ആദ്യത്തെ സൈക്കിളിൽ തന്നെ ചാർജ് ചെയ്തിട്ടുണ്ട്. then what will happen, ഇനി -sin ഒമേഗ ടി പോസിറ്റീവ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുക, it will be like this. It will be like this, -80. This is +2 volt. It will be like this. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ സൈക്കിളിൽ തന്നെ ചാർജ് ചെയ്തിട്ടുണ്ട് എന്നൊരു കൺസെപ്റ്റിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് വേവ് ഫോം വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സൈക്കിളിൽ തന്നെ -8 വോൾട്ടേജ് ആയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത പോസിറ്റീവ് സൈക്കിളിൽ എന്താണ് സംഭവിക്കുക, അടുത്ത പോസിറ്റീവ് സൈക്കിളിൽ -8 പ്ലസ് സൈൻ ഒമേഗ ടി എന്നായിരിക്കും വരുന്നത്, പ്ലസ് സൈൻ ഒമേഗ ടി. അപ്പം പ്ലസ് 10 സൈൻ ഒമേഗ ടി, സൈൻ ഒമേഗ ടി ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ കൂടി എന്ന് മെന്നോർ +10 വോൾട്ടേജ് ആകുമ്പോൾ +2 വോൾട്ടേജ് ആവും. ദെൻ അഗെയിൻ നെഗറ്റീവ് സൈക്കിളിൽ ദെൻ ഇവിടെ 0 വോൾട്ടേജ് ആകുമ്പോൾ -8 വോൾട്ടേജ് ആവും. ആ -8 വോൾട്ടേജ് എന്ന് പറയുന്നത് ഇനീഷ്യലി തന്നെ ഫസ്റ്റ് പോസിറ്റീവ് സൈക്കിളിൽ തന്നെ ചാർജ് ചെയ്ത് വെച്ച DC വോൾട്ടേജ് ആണ്. ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ അസ്യൂം ചെയ്യുന്ന കപ്പാസിറ്റർ ഹാവിങ് നോ ഡിസ്ചാർജ് വോൾട്ടേജ്, അതായത് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നില്ല എന്ന കൺസെപ്റ്റിലാണ് നമ്മൾ ഇവിടെ എല്ലാ അസംഷനും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സൈക്കിളിൽ സ്റ്റോർ ചെയ്ത് വെച്ച വോൾട്ടേജ് തന്നെ ഇപ്പോഴും ഉണ്ടാവും എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ക്ലാമ്പർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. അതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ അതുപോലത്തെ കപ്പാസിറ്റൻസ് വാല്യൂ ഉള്ള സർക്യൂട്ടാണ് നമ്മൾ എടുക്കുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി നിങ്ങൾ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഡയോഡൊന്ന് റിവേഴ്സ് സൈക്കിളിൽ വെച്ചോ നിങ്ങൾ തന്നെ ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കുക എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഞാൻ വിട്ടുപോയ ഡയോഡിൻ്റെ പ്രോബ്ലത്തിൽ വിട്ടുപോയ 1-2 പ്രോബ്ലം ഉണ്ട്, പ്രീവിയസ് ഇയറിൽ ഉള്ള പ്രോബ്ലംസ്, അതോടെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാമ്പർ സർക്യൂട്ട് വെച്ചിട്ട് അധികം പ്രോബ്ലംസ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങൾ ഇതോടെ ഒന്നും മനസ്സിലാക്കി വയ്ക്കുക.
ഓക്കെ, ക്ലിപ്പർ സർക്യൂട്ട് വെച്ചിട്ടുള്ള ട്രാൻസ്ഫർ കർവുകളാണ് സാധാരണ കാണാറുള്ളത്. ഓക്കെ, സോ ഇത് ഈ പ്രോബ്ലം പ്രീവിയസ് ഇയർ ചോദിച്ച പ്രോബ്ലമാണ്. കൺസിഡർ D1, D2, D3 ആർ ഐഡന്റിക്കൽ. ഐഡിയൽ എന്നല്ല പറയുന്നത്,